നമ്മുടെ മക്കൾ എങ്ങനെ വീഴാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുള്ള കുടുംബം, ഏറ്റവും അവസാനം അതിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. പ്രാർത്ഥനയുള്ള ഒരു കുടുംബം, അപ്പനും അമ്മയ്ക്കും തങ്ങളുടെ റോള് എന്താണെന്ന് അറിയുന്ന കുടുംബം. അപ്പൻ്റെ റോള് അമ്മ എടുക്കാൻ പാടില്ല, അമ്മയുടെ റോള് ആരെടുക്കാനും പാടില്ല, അപ്പനെടുക്കാനും പാടില്ല. നിങ്ങളുടെ റോള് എന്താണെന്ന് അറിയണം. സംശയം, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയത്തോടെ ജീവിക്കരുത്. അപ്പന്മാരും അമ്മമാരും നിങ്ങളുടെ റോളിനെക്കുറിച്ച്, പ്രാർത്ഥനയുടെ റോളിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്ന ഒരു കുടുംബത്തിലെ കുട്ടി വീണു പോകുക അസാധ്യമാണ്. വീണു പോയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക. എന്നാലും ഒരുപക്ഷെ വീണേക്കാം. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഒരിക്കൽ അങ്ങനെ വീണുപോയ ഒരു അപ്പനമ്മേൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരു നല്ല വിശുദ്ധരായിട്ടുള്ളൊരു ഫാമിലി, ഭയങ്കര വിശുദ്ധരായിട്ടുള്ള ഫാമിലി. ഈവൻ അവരുടെ കുടുംബം വലിയ ധ്യാനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പല ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. രണ്ടുപേരും വിശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ മകൻ വീണുപോയി. അപ്പോൾ അവർ രണ്ടുപേരും നെഞ്ചത്തടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കാരണം അച്ഛൻ വീണുപോയത്. ഞാൻ അവരെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കാരണമല്ല എന്ന് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാരണമല്ല, നിങ്ങൾ വിഷമിക്കല്ലേ, ഇവൻ തിരിച്ചു വരും. നിങ്ങൾ ഇത്രയും പ്രാർത്ഥനയുള്ള മോനല്ലേ, ആൾക്കാരുടെ മക്കളല്ലേ, അവൻ തിരിച്ചു വരും. പ്രിയമുള്ള സഹോദരൻ, തിരിച്ചു വന്നു. ഇത്രയും പ്രാർത്ഥന വീണാലും അവർ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ശക്തമായ പ്രാർത്ഥനയുള്ള റോൾ എന്താണെന്ന് അറിയുന്ന ഒരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കാം. 13 വയസ്സായി കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് 13 വയസ്സായി കഴിഞ്ഞാൽ അവനെ പിന്നെ കുട്ടി എന്ന് വിളിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും, പക്ഷേ അവനൊരു യങ് അഡൾട്ടായി മാറിക്കഴിഞ്ഞു. അതുപോലെ അവനെ കാണുകയും പരിഗണിക്കുകയും ചെയ്യണം.